വിദേശ വാർത്തകളിലേക്കാണ് നമ്മൾ ഇനി കടക്കുന്നത്. ഗസ പിടിച്ചെടുത്താൽ ഭരണം പലസ്തീനും സുരക്ഷാ നിയന്ത്രണം ഇസ്രയേൽ സേനയ്ക്കുമെന്ന ഇസ്രയേൽ പദ്ധതി പുറത്തുവിട്ടു. ഗസയിലെ ഇസ്രയേൽ ആക്രമണത്തിൽ 130 പേർ കൊല്ലപ്പെട്ടു എന്ന് വാർത്ത വരുമ്പോൾ പി ജെയിംസ് ചേരുന്നു നമുക്കൊപ്പം കൂടുതൽ വിദേശ വാർത്തകളെ അപഗ്രഥനം ചെയ്യാൻ. പി ജെയിംസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ് കെ. ഈ എങ്ങനെയാണ് പശ്ചിമേഷ്യയിലെ അവസ്ഥ ഇപ്പോൾ ജെയിംസ്? അപ്ഡേറ്റ്സ് എന്താണ്? എസ് കെ, പശ്ചിമേഷ്യയിൽ പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാവുന്നു എന്ന് തന്നെയാണ് ബോധ്യമാവുന്നത്. പ്രത്യേകിച്ച് പല രാജ്യങ്ങളിലേക്കും ഇതിൻ്റെ അനുരണനങ്ങൾ ഉണ്ടാവുന്നു എന്നുള്ളതാണ് നമ്മളെ വല്ലാതെ ആശങ്കയിലാക്കുന്നത്. പശ്ചിമേഷ്യ മൊത്തത്തിൽ പുകയുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. 130 പേർ കൂടി കൊല്ലപ്പെട്ടു എന്ന വാർത്ത വരുന്നു ഗസയിൽ. അത് വല്ലാതെ ഞെട്ടലുണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അതിനിടയിലാണ് ഗസ പിടിച്ചെടുത്താൽ എന്തു ചെയ്യണമെന്നത് സംബന്ധിച്ച് ഇസ്രായേലിൻ്റെ ഒരു പ്രധാനപ്പെട്ട പദ്ധതി അവരുടെ പ്രതിരോധ മന്ത്രി തന്നെ പുറത്തുവിട്ടിരിക്കുന്നു. അതിലവർ പറയുന്നത് പലസ്തീൻ പിടിച്ചെടുത്താൽ അവർ ഹമാസിൽ നിന്ന് ഈ ഗസയെ മോചിപ്പിക്കും. പലസ്തീൻ്റെ ഒരു ഭാഗമാണ് ഗസ. അപ്പോൾ പാലസ്തീനികൾക്ക് ഭരണം അവർക്ക് വിട്ടുകൊടുക്കും. അവരുടെ സ്വതന്ത്രമായ സമിതികൾ അത് ഏറ്റെടുക്കട്ടെ എന്നുള്ളതാണ് ഇസ്രായേൽ നയം. ഇസ്രായേൽ അതിൽ ഭരണത്തിൽ ഇടപെടാൻ പോകില്ല. പക്ഷേ അവിടുത്തെ സുരക്ഷയുടെ സെക്യൂരിറ്റിയുടെ ചുമതല ഇസ്രായേലിനായിരിക്കും. എന്ന് വെച്ചാൽ നിങ്ങൾ ഭരിച്ചോളൂ, ഞങ്ങൾ മുഴുവൻ കൺട്രോൾ ചെയ്യും, ഞങ്ങൾ പറയുന്നത് കേട്ട് നിങ്ങൾ ഭരിച്ചോളൂ എന്നാണ് ഇസ്രായേൽ പദ്ധതിയുടെ ചുരുക്കം. എന്തായാലും ഹമാസിനെ തുടച്ചു നീക്കുമെന്ന് പറയുന്നു. പക്ഷേ അതേ ഇസ്രായേൽ പ്രധാനമന്ത്രി തന്നെ പറയുന്നു യുദ്ധം മാസങ്ങൾ നീണ്ടു നിന്നേക്കും. ഹമാസ് വളരെ സായുധരായിട്ടുള്ള പോരാളികളാണ്. അവരെ കീഴടക്കുക അത്ര എളുപ്പമല്ല. തുരങ്കങ്ങളിൽ നിന്ന് ഗറില്ല വാർഫെയർ എന്നാണ് അവർ ചെയ്യുന്നത്. ഒളി യുദ്ധമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ സേനയ്ക്ക് ഒരുപാട് പേരെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഏതാണ്ട് 100-200 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. നൂറുകണക്കിന് ഇസ്രായേലി ടാങ്കുകൾ നശിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും തെക്കൻ ഗസയിലെ ഖാൻ യൂണിസ് അടക്കമുള്ള നഗരങ്ങളിൽ കനത്ത പോരാട്ടം ഇസ്രായേലും ഹമാസും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എസ് കെ എൻ, ഇതിനിടയിലാണ് അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആൻ്റണി ബ്ലിങ്കൻ വീണ്ടും ചർച്ചയ്ക്കായി വരുന്നു എന്ന വാർത്ത വരുന്നത്. ഒരുപക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ പറയും പട്ടി ചന്തയ്ക്ക് പോയതുപോലെ എന്ന് പറയുന്ന പോലെ യഥാർത്ഥത്തിൽ അമേരിക്കയുടെ പല ഉന്നതരും ആൻ്റണി ബ്ലിങ്കൻ, ഡിഫൻസ് സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ, നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അടക്കം ജെയ്ക്ക് സള്ളിവൻ അടക്കം ഒരുപാട് പേർ പലതവണ വന്നുപോയി. പക്ഷേ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. ആകെ 6 ദിവസത്തെ ഒരു വെടിനിർത്തൽ, അതിന് പിന്നിൽ ഖത്തറും ഈജിപ്തുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അമേരിക്കയുടെ ഈ സമ്മർദ്ദങ്ങളൊന്നും ഇസ്രായേലിന് മേൽ ഫലിക്കുന്നില്ല. അമേരിക്ക ഒരു തരത്തിൽ വല്ലാത്ത ഒരു ധർമ്മസങ്കടത്തിലാണ്. ഒരു ഭാഗത്ത് ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന, മറുഭാഗത്ത് അറബ് ലോകം കൈവിട്ടു പോകുന്ന അവസ്ഥ. ഇതിനിടയിലാണ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. എസ് കെ എൻ, ഇവിടെയും ഇപ്പം മരണസംഖ്യ വല്ലാതെ കൂടി 22,500 കവിഞ്ഞിരിക്കുന്നു ഗസയിലെ മരണസംഖ്യ. കഴിഞ്ഞ 3 മാസം തികയാണ്. അടുത്ത 2 ദിവസത്തിനുള്ളിൽ 3 മാസം, യുദ്ധം തുടങ്ങിയിട്ട് 3 മാസം തികയും. സ്വാഭാവികമായിട്ടും വല്ലാത്ത ദുരിതവും പട്ടിണിയും പ്രശ്നങ്ങളുമാണ്. ഗസയിലേക്ക് റഫ അതിർത്തി കടന്ന് ഭക്ഷണം വരുന്നില്ല, പട്ടിണിയാണ്, വല്ലാത്ത അവസ്ഥയാണ്. എസ് കെ ജെയിംസ്, നമ്മൾ ഇറാഖിലേക്ക് പോയാൽ അവിടെ അമേരിക്കൻ ആക്രമണത്തിൽ ഇറാഖിലെ ഷിയ നേതാവും അദ്ദേഹത്തിൻ്റെ വലിയ സംഘമൊക്കെ കൊല്ലപ്പെട്ടു എന്ന രീതിയിൽ വാർത്ത വരുന്നു. അമേരിക്കൻ താവളങ്ങൾക്ക് നേരെ ഇറാഖ് ആക്രമിച്ചതിൻ്റെ തിരിച്ചടിയാണിതെന്നാണ് വാർത്ത വരുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? എസ് കെ എൻ, ഇറാഖിൽ അമേരിക്കൻ ആക്രമണത്തിൽ ഇറാൻ പിന്തുണയുള്ള ഷിയ നേതാവ് മുഷ്താഖ് അൽ സെയ്ദി കൊല്ലപ്പെട്ടു എന്ന വാർത്ത വരുന്നു. അദ്ദേഹം വലിയ തരത്തിൽ ഷിയ വിഭാഗത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഇറാഖിൽ ഏകോപിപ്പിച്ചിരുന്ന വ്യക്തിയാണ്. ഇറാനാണ് ഏറ്റവും വലിയ പിന്തുണ നൽകുന്നത്. ഇറാഖ് സർക്കാരിൽ ഒരേ സമയം തന്നെ അമേരിക്കയുടെ സേനയുണ്ട്. അത് ഇറാഖ് സർക്കാർ വിളിച്ചിട്ടാണ് വരുന്നത്. പക്ഷെ അവിടുത്തെ ഷിയാകൾ ആയിട്ടുള്ള വിഭാഗം, പ്രത്യേകിച്ച് ഈ മുഷ്താഖ് അൽ സെയ്ദിയുടെ നേതൃത്വത്തിലുള്ള സംഘം പലതവണ ഇറാഖിലെ US സൈനിക താവളങ്ങൾ ആക്രമിച്ചിരുന്നു. ഇറാഖിലെ സർക്കാർ ആവശ്യപ്പെട്ടതനുസരിച്ച് 2500 സൈനികരും പല സ്ഥലത്തും താവളമുണ്ട് അമേരിക്കയ്ക്ക്. IS-നെ ഓടിക്കാൻ വേണ്ടി വന്നതാണ് US ഇപ്പോഴും അവിടെ നിലനിൽക്കുകയാണ്. അപ്പോൾ അത് ആ താവളങ്ങൾക്ക് നേരെ നടന്ന ആക്രമണത്തിന് തിരിച്ചടിയായിട്ടാണ് ഇപ്പോൾ തിരിച്ച് അമേരിക്കയുടെ ആക്രമണം ഇറാഖിലെ ബാഗ്ദാദിലെ ഈ ഷിയ കേന്ദ്രങ്ങൾക്ക് നേരെ നടന്നത്. അവിടെ ഈ ഷിയ നേതാവ് അടക്കം 3 നേതാക്കൾ കൊല്ലപ്പെട്ടു എന്ന വാർത്ത തന്നെയാണ് വരുന്നത്. എന്തായാലും ഈ യുദ്ധം, ഇസ്രായേൽ ഹമാസ് യുദ്ധം, അത് ലെബനനിൽ ഹമാസിൻ്റെ ഉപമേധാവി അലൂരി കൊല്ലപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തി. അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങിൽ 10,000 കണക്കിന് ആൾക്കാരാണ് പങ്കെടുത്തത്. അമേരിക്ക അതിൽ
രോഷം രേഖപ്പെടുത്തിയിരുന്നു ഇസ്രായേലിനോട്. കാരണം ഇങ്ങനെ പിണക്കിക്കഴിഞ്ഞാൽ എവിടെയും ചെന്ന് നിൽക്കില്ല. ലെബനൻ ഇപ്പോൾ യുദ്ധസജ്ജമായി നിൽക്കുകയാണ്. ലെബനനിലാണ് ഹമാസ് നേതാവിനെ കൊന്നത്. ഹൂതികൾ അതുപോലെ തന്നെ വല്ലാത്ത ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. ചെങ്കടലിൽ ഹൂതികൾക്ക് അന്ത്യശാസനം നൽകിയിരിക്കുന്ന അമേരിക്കയും 12 സഖ്യരാജ്യങ്ങളും കൂടി. ഇനി ആക്രമിച്ചാൽ ഹൂതികൾക്ക് നേരെ തിരിച്ച് യമനിൽ ആക്രമണം ഉണ്ടാവുമെന്ന ഭീഷണിയാണ് മുഴക്കിയിരിക്കുന്നത്. പക്ഷെ ഹൂതികൾ പറഞ്ഞത് ഇസ്രായേൽ ഗസയിൽ നിന്ന് പിൻവാങ്ങുന്നത് വരെ ഞങ്ങൾ ചെങ്കടലിൽ കപ്പലുകൾ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ SKN ഇപ്പോഴത്തെ കണക്കെടുത്താൽ ഗസയിൽ യുദ്ധം നടക്കുന്നു. ഇസ്രായേൽ പങ്കാളിയാണ്. സിറിയയിലും ഇറാഖിലും യുദ്ധത്തിൻ്റെ ഭാഗമായിട്ടുള്ള അനുരണനങ്ങളുണ്ട്. അതുപോലെ തന്നെ യമനിലുണ്ട്. ഇതിങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു 5-8 രാജ്യങ്ങൾ ഇപ്പോൾ യുദ്ധത്തിൽ, പ്രത്യേകിച്ച് അവരുടെ സംഘടനകളായിരിക്കാം, പക്ഷേ രാജ്യം നേരിട്ട് ഇറങ്ങിയിട്ടില്ലെങ്കിലും 5-8 രാജ്യങ്ങൾ ഈ പശ്ചിമേഷ്യയിലെ യുദ്ധത്തിൽ ഭാഗമായിരിക്കുന്നു. SKN ജെയിംസെ, മറ്റൊരു കാര്യം, നമ്മുടെ യൂട്യൂബിലൊരു ഉണ്ണിക്കുട്ടൻ്റെ സന്ദേശം പറയുന്നത്, ഗുഡ് മോർണിംഗ് SK, PP ശമ്പളം കൊടുത്തില്ലേ? PP ഊർജ്ജം ചോർന്നു പോയതുപോലെ ഉണ്ടല്ലോ. അല്ല, ഇത് ഞാൻ ആവേശം കൂടുതൽ കാണിക്കുന്നു എന്നാണ് ആൾക്കാരുടെ പരാതി. അതെ, ഊർജ്ജ സ്രോതസ്സായിട്ട് മാറുന്നു. അപ്പൊ ജെയിംസ്, അതെ അത് കുഴപ്പമില്ല. ജെയിംസ്, യുക്രൈൻ യുദ്ധമുഖത്തുന്ന ഒരു വാർത്ത വരുന്നുണ്ടല്ലോ. നോർത്ത് കൊറിയയുടെ മിസൈലുകൾ ഉപയോഗിച്ച റഷ്യ യുക്രൈനെ ആക്രമിച്ചു എന്ന രീതിയിൽ വാർത്ത വരുന്നു. അപ്പോൾ ഇതൊരു പുതിയ സംഭവമാണല്ലോ. SKN ഈ യുക്രൈൻ നഗരങ്ങളിൽ ഇപ്പോൾ ഈ ദിവസങ്ങളിൽ നടന്ന ആക്രമണത്തിൽ വടക്കൻ കൊറിയയിൽ നിന്നുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് വന്നിരിക്കുന്നത്. അത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇതുവരെ വടക്കൻ കൊറിയ പറഞ്ഞത് ഞങ്ങൾ റഷ്യക്ക് ആയുധം നൽകിയിട്ടില്ലെന്നാണ്. അന്ന് തന്നെ റിപ്പോർട്ട് വന്നതാണ് ഇറാൻ്റെ ഷഹദ് ഡ്രോൺസും അതുപോലെ തന്നെ വടക്കൻ കൊറിയയിലെ കിം ജോങ്ങിൻ്റെ കയ്യിൽ നിന്ന് ബാലിസ്റ്റിക് മിസൈലുകളും വാങ്ങിയിരിക്കുന്നു റഷ്യയും നിഷേധിച്ചു, വടക്കൻ കൊറിയയും നിഷേധിച്ചു. പക്ഷേ അവർ പ്രയോഗിച്ച ആയുധങ്ങൾ വടക്കൻ കൊറിയൻ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. അതുതന്നെ വലിയൊരു വാർത്തയായിരിക്കുകയാണ്. ഇതിനെതിരെ അമേരിക്ക രംഗത്ത് വന്നിരിക്കുന്നത്. കാരണം വടക്കൻ കൊറിയയ്ക്ക് ഇതൊന്നും ഉണ്ടാക്കാനായിട്ടുള്ള അനുമതിയില്ല. UN ഉപരോധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആ ഉപരോധത്തെയൊക്കെ മറികടന്നുകൊണ്ടാണ് കിം ജോങ് ഉൻ കഴിഞ്ഞ വർഷങ്ങളിൽ 100 കണക്കിന് മിസൈൽ പരീക്ഷണങ്ങൾ നടത്തിയത്. ഏറ്റവും അവസാനം ഹുസോങ് എന്ന മിസൈല് 15,000-ൽ കൂടുതൽ കിലോമീറ്റർ പിന്നിട്ട് അമേരിക്കയിൽ വന്ന് പതിക്കാൻ ശേഷിയുള്ളതാണ്. അമേരിക്കയ്ക്ക് അത്യാവശ്യം ആശങ്ക നൽകുന്നതാണ്. ഇത് കിം ജോങ് ഉൻ ആര് പറഞ്ഞാലും കേൾക്കില്ല, എന്തും ചെയ്ത് കളയും. അപ്പോൾ അതുകൊണ്ട് ഒരു എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, ഒരു ഭരണാധികാരിയല്ലേ, അതുകൊണ്ട് അദ്ദേഹത്തിന് പല പേരുകളും മറ്റ് പല രാജ്യങ്ങളും ഇട്ടിട്ടുണ്ട്. എന്നാലും ആർക്കും വഴങ്ങുന്ന ഒരാളല്ല. അപ്പോൾ കിം ജോങ് ഉന്നിൻ്റെ ആയുധങ്ങൾ അവിടെ ഉപയോഗിക്കുന്നു. ഉക്രൈനിലെ പല നഗരങ്ങളിലും റഷ്യ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് അവരുടെ റഷ്യൻ കപ്പൽ തകർത്തു, 7 യുദ്ധവിമാനങ്ങൾ തകർത്തു, അമേരിക്കയുടെ F-16 വിമാനങ്ങൾ ഉക്രൈൻ സേനയിൽ ചേർന്നുവെന്ന വാർത്തകൾ വന്നതിന് പിന്നാലെയാണ് ഈ തരത്തിൽ മാരകമായിട്ടുള്ള ആക്രമണം ഉക്രൈൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് തിരിച്ചടിയായിട്ടാണ് ഉക്രൈൻ്റെ അടി നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ ഇന്ത്യയുടെ പേര് കൂടി വന്നിട്ടുണ്ട്. SKN എന്തായാലും അതേക്കുറിച്ച് പറയാം. എന്തായാലും കിം ജോങ് ഉൻ ഇടപെടലും ഇറാനിൽ നിന്നുള്ള ഷഹദ് ഡ്രോൺസും ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ റഷ്യയുടെ ആയുധ ശേഖരത്തിലും ഒഴിവ് വന്നിരിക്കുന്നു. യുദ്ധം 2ാം വർഷം കടക്കുകയാണ്. ഈ ഫെബ്രുവരി 24-ന് 2 വർഷം തികയും ഉക്രൈൻ യുദ്ധം തുടങ്ങിയിട്ട്. ലോകത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ മുഴുവൻ കാര്യം പറയുന്നല്ലോ. യുക്രൈൻ സേനയ്ക്ക് ഇന്ത്യൻ നിർമ്മിത ആയുധങ്ങൾ എത്തി, യൂറോപ്പിൽ നിന്നാണ് ഇത്തരം ആയുധങ്ങൾ എത്തിയത്. റഷ്യ കുറച്ചൊരു കലിപ്പിലാണ് എന്ന് പറയുന്നു. എന്നാൽ ഇന്ത്യ നിഷേധിച്ചിട്ടുണ്ട്, ഇന്ത്യ ആയുധം കൊടുത്തിട്ടില്ലെന്നാണല്ലോ പറയുന്നത്. SKN ഈ വടക്കൻ കൊറിയയുടെ ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇന്ത്യയുടെ ആയുധങ്ങൾ ഉക്രൈൻ സേന റഷ്യക്കെതിരെ പ്രയോഗിക്കുന്നു. ഇന്ത്യയാണെങ്കിൽ യുക്രൈൻ ഇതുവരെ ആയുധങ്ങളൊന്നും നൽകില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനെക്കുറിച്ച് അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഇന്ത്യയിൽ നിന്ന് യൂറോപ്യൻ പല രാജ്യങ്ങളും ആയുധങ്ങൾ വാങ്ങുന്നുണ്ട്. അതിൽ പോളണ്ട്, സ്ലോവേനിയ ഉണ്ട്. പോളണ്ടും സ്ലോവേനിയയും ഒക്കെ ഇതിൻ്റെ ഉക്രൈൻ്റെ അടുത്ത് കിടക്കുന്ന രാജ്യങ്ങളാണ്. അവിടെ നിന്ന് എത്തിയതാണെന്ന് പറയുന്നു. പ്രധാനമായിട്ട് ഈ ആർട്ടിലറീസ് അടക്കമുള്ള പല ആയുധങ്ങളും ഇന്ത്യൻ നിർമ്മിതമാണ്. അപ്പോൾ ഇതിൽ റഷ്യ അത്യാവശ്യം ആശങ്ക ഇന്ത്യയെ അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യ നേരിട്ടൊന്നും കൊടുത്തിട്ടില്ല. പക്ഷേ യൂറോപ്പിലേക്ക് കൊടുക്കുന്നത്, ഉക്രൈനിലേക്ക് പോകുന്നത് തടയിടണം എന്നാണ് റഷ്യ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ S-400 മിസൈൽ സംവിധാനം അടക്കം, MiG-29, സുഖോയ് 35 അടക്കമുള്ള ഒരുപാട് യുദ്ധവിമാനങ്ങളും നമ്മുടെ 60% ആയുധശേഖരം റഷ്യയുടേതാണ്. റഷ്യയെ നമുക്ക് പിണക്കാനും വയ്യ. എന്തായാലും ഉക്രൈൻ ഇത് ഉപയോഗിക്കുന്നതിനെതിരെ ശക്തമായിട്ട് റഷ്യ രംഗത്ത് വന്നിരിക്കുന്നു. പുതിയൊരു സംഭവവികാസം ചർച്ച ചെയ്യപ്പെടുന്നത് അതുകൂടിയാണ്. SKN. താങ്ക് യു PP ജെയിംസ്. നമുക്കിനി നാളെ കാണാം. വിദേശ വാർത്തകളുമായി PP ജെയിംസ് നാളെ വരും.